ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CDMൽ എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ATMൽ പോയിട്ട് കാർഡ് ഇൻസേർട്ട് ചെയ്ത് പിന്നൊക്കെ നൽകി പണം പിൻവലിക്കാറാണ് പതിവ്. നമ്മൾ എങ്ങനെയാണോ പണം പിൻവലിക്കുന്നത് അതേ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യാനും സാധിക്കും. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ എന്നാണ് CDMൻ്റെ പൂർണ്ണരൂപം. ഇന്ന് പുതുതായിട്ട് വരുന്ന ഒട്ടുമിക്ക ATMലും നമുക്ക് ഇത്തരത്തിലുള്ള CDM മെഷീനുകൾ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ബാങ്കുകൾ CDM മെഷീൻ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ചെറിയ ഇടപാടുകൾക്കൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ബാങ്കിലേക്ക് പോവുകയും അതുപോലെ തന്നെ അവർക്കൊരു വലിയ ക്യൂ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് അവർ ബാങ്കിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ CDM മെഷീൻ വെക്കാറാണ് പതിവ്. അപ്പോൾ യാതൊരു തരത്തിലും ഏതെങ്കിലും ഒരു ബാങ്ക് ഓഫീസറിൻ്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്കും പണം ഡെപ്പോസിറ്റ് ചെയ്യാം. അതായത് കാർഡ് ഉപയോഗിച്ചും കാർഡ് ഇല്ലാതെയും നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് SBI ബാങ്കിൻ്റെ CDM എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ SBI ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ചാർജൊന്നും അവർ ഈടാക്കുന്നതല്ല. നേരെ മറിച്ച് നിങ്ങൾ കാർഡില്ലാതെയാണ് ഇത് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 22 രൂപയും പ്ലസ് GSTയും ഏകദേശം 25ഓളം രൂപ നിങ്ങൾ ചാർജ് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഞാനിപ്പോൾ ഉള്ളത് മുക്കത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടറിലാണ്. എൻ്റെ കൈവശമുള്ള ഈ ഒരു എമൗണ്ടാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് CDM മെഷീൻ ലഭ്യമാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടറിലും CDM ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൊറോണ കാരണം നമ്മളിപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ഇടപാട് നടത്തേണ്ടത്. ഹാൻഡ് സാനിറ്റൈസറൊക്കെ നമുക്ക് ATMൽ കാണാം. ATM മെഷീന് തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ അവർ വച്ചിട്ടുണ്ട്. ഒരു തവണ നമുക്ക് 49,900 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ നമുക്ക് പല തവണകളായിട്ട് നിക്ഷേപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു തവണ 99 നോട്ടുകൾ വരെയാണ് നമുക്ക് പരമാവധി നിക്ഷേപിക്കാൻ പാടുള്ളൂ. പിന്നെ നനഞ്ഞതും കീറിയതുമായിട്ടുള്ള നോട്ടുകളൊന്നും നമ്മൾ നിക്ഷേപിക്കാൻ പാടില്ല എന്നതാണ്. അത് നമ്മൾ ഇനി നിക്ഷേപിച്ചാലും ഈ ഒരു മെഷീൻ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അത് നമ്മളോട് തിരിച്ചെടുക്കാനാണ് പറയുക. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കാർഡ് ഉപയോഗിച്ച് ഇടപാട് നടത്താം. ആദ്യം തന്നെ കാർഡ് സാധാരണഗതിയിൽ ഇത് കൊടുക്കുന്ന പോലെ തന്നെ ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കാർഡ് റിട്ടേൺ എടുക്കുക. നമ്മൾ കാർഡ് റിട്ടേൺ എടുത്തോടുകൂടി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10ൻ്റെയും 99ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ, ഇഷ്ടമുള്ള നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് യെസ് പ്രസ് ചെയ്യുക. പിന്നെ ATM പിന്ന് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഏതാണോ നിങ്ങളുടെ പിന്ന് അത് തെറ്റിക്കാതെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത വിൻഡോയിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബാങ്കിങ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. വലതുവശത്ത് ഏറ്റവും മുകളിലായിട്ട് അത് പ്രസ് ചെയ്യുക. പിന്നെ ഇടതുവശത്ത് ഏറ്റവും മുകളിലായിട്ട് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിനുശേഷം വീണ്ടും ക്യാഷ് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ലിമിറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണോ, സേവിങ്സ് ആണോ കറണ്ട് ആണോ എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു താഴെയുള്ള വിൻഡോ ഓപ്പൺ ആവും. അതിനുശേഷം ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കാർഡ്ലെസ് ആയിട്ടുള്ള പേയ്മെൻറ്റ് എങ്ങനെയെന്ന് കാണാം. ഇതിനായിട്ട് സെയിം മെത്തേഡ് തന്നെയാണ്. താഴെ കാർഡ്ലെസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. പിന്നെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. അടുത്ത വിൻഡോയിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇത് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആവണമെന്നില്ല. ഏത് മൊബൈൽ നമ്പർ ആയാലും ഓക്കെയാണ്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഏതാണോ അത് തെറ്റിക്കാതെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റിയാലും നെക്സ്റ്റ് വിൻഡോയിൽ നോക്കിയേ ഇവിടെ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. ബെനിഫിഷ്യറി നെയിം കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ നെയിമിൽ എന്തെങ്കിലും മിസ്മാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമ്മളുടെ നെയിമൊക്കെ മാച്ചായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ താഴെ നോക്കിയാൽ സർവീസ് ചാർജ് കാണാനായിട്ട് പറ്റും. 25 രൂപയാണ് സർവീസ് ചാർജ് വരുന്നത്. അത് നമ്മൾ കാർഡ്ലെസ് ആയിട്ടുള്ള പേയ്മെൻ്റ് അല്ല, ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണിത്. കാർഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത്ര എമൗണ്ട് വരില്ല. ഇപ്പം നമുക്ക് താഴെയുള്ള ആ ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ കൈവശമുള്ള ക്യാഷ് ഞാൻ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തു. ഇപ്പം നമ്മുടെ ക്യാഷ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെ കൈവശമുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മളൊന്ന് പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്യണം. പലപ്പോഴും നമ്മൾ മെഷീനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യാതൊന്നും ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ എമൗണ്ട് കൗണ്ട് ചെയ്തിരുന്നു. 26,000 ആണ്. അത് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ഇതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് റീകൗണ്ട് നടക്കും. റീകൗണ്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു സ്ലിപ്പ് കിട്ടുന്നതാണ്. ആ ഒരു സ്ലിപ്പ് നമ്മൾ കളക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്ലിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്.
SBI ബാങ്കിൻ്റെ CDMൽ എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.